മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമെൻ തോഴാ. ദിവ്യരഞ്ജിത വചനം ഭഞ്ജിതമാക ഫലം പൊഴിക്കും തോഴാ. ദിവ്യരഞ്ജിത വചനം ഭഞ്ജിതമാക ഫലം പൊഴിക്കും തോഴാ. പാർത്തലമിതിലെ ഭാഗ്യങ്ങളഖിലം പരിണമിച്ചൊഴിഞ്ഞിടിലും നിത്യ പരമേശവചനം പാപിക്കു ശരണം പരിചയിച്ചാൽ നൂനം. നിത്യ പരമേശവചനം പാപിക്കു ശരണം പരിചയിച്ചാൽ നൂനം. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽ തോഴാ. ദൈവനാമത്തിന് മഹത്വം. ബൈബിൾ സാക്ഷാൽ ദൈവവചനമാണ് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. ദൈവം സംസാരിക്കുമ്പോൾ വളരെ ചുരുക്കം ഘട്ടങ്ങളിലെ അശരീരിയായി ദൈവം നേരിട്ട് സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ ദൈവം സംസാരിച്ചത് ഒട്ടുമുക്കാലും തൻ്റെ ഭൃത്യന്മാരായ മനുഷ്യരിൽ കൂടെയാണ്. ഇവിടെ യെശയ്യാവിൽ കൂടെ ദൈവം സംസാരിക്കുന്നു. എന്താ താൻ പറയുന്നത്? ഞാൻ ദൈവമാണ്, ഞാനല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ശക്തിയായ ഒരു തെളിവ് താൻ പറയുന്നത് എന്താണെന്നറിയാമോ? പൂർവകാര്യങ്ങൾ, ഞാൻ മുൻകൂട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നിറവേറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബൈബിൾ സാക്ഷാൽ ദൈവവചനമാണ് എന്നുള്ളതിന് ഒരു ശക്തമായ തെളിവ് ബൈബിളിൽ പഴയ നിയമകാലത്ത് പ്രവചിച്ചിട്ടുള്ളതായ പ്രവചനങ്ങൾ അതുപോലെ നൂറ്റാണ്ടുകൾക്ക് ശേഷം നിറവേറി എന്നുള്ളതാണ്. ആകയാൽ നിറവേറിയ ബൈബിൾ പ്രവചനങ്ങൾ, ബൈബിൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മൊഴികളാണ്, വചനമാണ് എന്ന് തെളിയിക്കുന്നു. അതിൽ തന്നെ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ചവ നിവൃത്തിയായി കാണുമ്പോൾ യേശുവിനെക്കുറിച്ച് ബൈബിൾ അവകാശപ്പെടുന്നത് പോലെ താൻ സത്യദൈവമാണ്, മനുഷ്യനായി അവതരിച്ചതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ള പ്രവചനങ്ങളിൽ ചിലത് ഞാൻ പറയാം. ഒരു പ്രവചനം കാണുന്നത് യെശയ്യാവിൻ്റെ തന്നെ പ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ്. അതിങ്ങനെയാണ്: അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. അപ്പോൾ അടിക്കുന്നവർക്ക് മുതുക് കാണിച്ചു കൊടുക്കുക മശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണ്. യേശുക്രിസ്തുവാകുന്ന മശിഹായിൽ ഇവ നിറവേറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടിക്കുന്നവർക്ക് മുതുക്. ആട്ടെ, ഇത് ഇത്ര വലിയൊരു കാര്യമാണോ? കുറ്റപ്പുള്ളികളെ പിടിച്ചാൽ കുറ്റപ്പുള്ളിയാണെന്നാണല്ലോ അന്ന് റോമൻ സർക്കാർ കണക്കാക്കിയത്. അങ്ങനെയുള്ളവരെ പിടിച്ചാൽ അടിക്കുക, ഇടിക്കുക, ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചതായ കാര്യം ഒരു ഭയങ്കരമായ, ഹീനമായ, ക്രൂരമായ, മനുഷ്യത്വരഹിതമായ ഒരു കാര്യമായിരുന്നു എന്ന് അതിൻ്റെ യഥാർത്ഥ സന്ദർഭം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നാം ഇതിൻ്റെ നിവൃത്തിയായിട്ട് കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പീലാത്തോസ് വിസ്തരിച്ച ശേഷം അവനിൽ കുറ്റമൊന്നും കണ്ടില്ലെങ്കിലും പീലാത്തോസ് അവനെ വാറുകൊണ്ട് അടിപ്പിച്ചു, അല്ലെങ്കിൽ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ബൈബിൾ ഡിക്ഷണറി
ബൈബിൾ ഹാൻഡ് ബുക്ക് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നോക്കിയാൽ ഈ ചമ്മട്ടിയുടെ പടവും അതിനെക്കുറിച്ചുള്ള ലഘു വിശദീകരണവും കാണാൻ സാധിക്കും. റോമൻ ചമ്മട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 അടി നീളമുള്ള ഒരു ഹാൻഡിൽ, ഒരു കൈപ്പിടിയും അതിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന 5 6 ചിലപ്പോൾ 7 വാറുകളും ഉണ്ടായിരിക്കും. ആ വാറുകൾക്കൊരു 2 അടി 2.5 അടിയൊക്കെ നീളം കാണും. ആ വാറുകളുടെ പ്രത്യേകത അതിലോരോന്നിൻ്റെയും അഗ്രത്തിൽ അസ്ഥിയുടെയോ ലോഹത്തിൻ്റെയോ കൂർത്ത് മൂർപ്പിച്ച അഗ്രത്തോടു കൂടിയ കഷ്ണങ്ങൾ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ചാട്ടവാറ് കൊണ്ടാണ് ഈ പ്രഹരം നടത്തുന്നത്. നമ്മുടെ കർത്താവിനെ, വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിനെ ഒരു കുറ്റപ്പുള്ളിയെ പോലെ കണക്കാക്കി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായതുകൊണ്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കാനായിട്ട് കൊണ്ടുവന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക സ്ഥലം അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു 2 അടി 2.5 അടി ഉയരമുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കും. ആ പോസ്റ്റിൻ്റെ അറ്റത്ത് മുകളിൽ ഒരു ഇരുമ്പ് വളയം കാണും. യേശു കർത്താവിനെ കൈകൾ കെട്ടപ്പെട്ടവനായിട്ടാണ് കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്ന് ആ 2 കൈകളും ചേർത്ത് ആ ഇരുമ്പ് വളയത്തിലേക്ക് കെട്ടും. അങ്ങനെ കെട്ടുമ്പോൾ യേശു കർത്താവിന് നിവരെ നിൽക്കാൻ സാധ്യമല്ല. അവൻ കുനിഞ്ഞു വേണം നിൽക്കാൻ. അങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോൾ അവൻ്റെ മുതുക് നിലത്തോട് സമമായിരിക്കും, സമാന്തരമായിരിക്കും. ഈ ചാട്ടവാറ കൊണ്ട് അടിപ്പിക്കുന്നതിന് മുൻപ് വസ്ത്രമെല്ലാം മാറ്റും. നഗ്നത മറയ്ക്കാനുള്ള ഒരു കഷ്ണം വസ്ത്രമേ ശരീരത്തിൽ കാണൂ. അങ്ങനെ നഗ്നമാക്കപ്പെട്ട മുതുക് അഥവാ പുറം സമനിലത്തോട് സമാന്തരമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ റോമൻ പടയാളി ചാട്ടവാറെടുത്തുകൊണ്ട് ആഞ്ഞ് അവൻ്റെ പുറത്തേക്ക് അടിക്കും. അങ്ങനെ അടിക്കുമ്പോൾ ആ കൂർത്തുമൂർത്ത അസ്ഥിയുടെയോ ലോഹത്തിൻ്റെയോ ഒക്കെ കഷ്ണങ്ങൾ സ്വാഭാവികമായിട്ടും തൻ്റെ മുതുകത്തുള്ള ആ മാംസത്തിൽ അള്ളിക്കീറി അവിടെ കുത്തിത്തറച്ചിരിക്കും. എന്നാൽ അടിക്കുന്നതും അതോടൊപ്പം തന്നെ അടുത്ത അടിക്ക് വേണ്ടി ആ പട്ടാളക്കാരൻ ആ ചമ്മട്ടി വലിക്കും. അടുത്ത അടിക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ അത്ര ദ്രുതഗതി വേണ്ടായിരുന്നു. എന്നാൽ അവർക്കറിയാവുന്ന നിലയിൽ ആ മുനകൾ ശരീരത്തിൽ കുത്തിക്കയറിയത് നീളത്തിൽ കീറാൻ വേണ്ടിയാണ് അടിക്കലും വലിക്കലും ഒരുമിച്ച് നടത്തുന്നത്. അങ്ങനെ ഒരടി പുറത്ത് വരുമ്പം തന്നെ ഒരു 5-6 ചാലുകൾ പോലെ പുറത്ത് കീറിക്കാണും. അങ്ങനെ അടിയോടടി തുടരുമ്പോൾ അവർണ്ണനീയമായ നിലയിലുള്ള ഭീകരതയായിരിക്കും ദൃശ്യം, ഭയാനക വേദനയായിരിക്കും അനുഭവം. എത്ര അടി കർത്താവിനെ അടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നില്ല. റോമാ കോടതികളിൽ 1 കുറേ 40 അടി എന്ന നിലയിലൊക്കെ കൃത്യമായി എണ്ണം പറഞ്ഞ് വിധിക്കുമ്പോൾ അത്ര അടിയേ പാടുള്ളൂ. എന്നാൽ ക്രൂശിക്കാൻ വിധിക്കപ്പെട്ട ഒരാളെ ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇത്ര അടി എന്ന ഒരു ലിമിറ്റുമില്ല. അത് ആ പടയാളികൾക്ക് തോന്നുന്നത് പോലെ ചെയ്യാം. യേശു കർത്താവിൻ്റെ കാര്യത്തിൽ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ, വളരെ അധികമാകാനേ സാധ്യതയുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഒന്ന്, തന്നെ അടിക്കുമ്പോൾ മറ്റ് കുറ്റപ്പുള്ളികൾ അടിയേൽക്കുമ്പോൾ ചെയ്യുന്നത് പോലെ നിരാശയോടെ നിലവിളിക്കുകയും തന്നെത്താൻ ശപിക്കുകയും അടിക്കുന്നവരെ പുച്ഛിച്ച് രോഷത്തോടെ സംസാരിക്കുകയും തുപ്പാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന അത്തരം യാതൊന്നുമില്ലാതെ താൻ ശാന്തമായിട്ട് അത് അനുഭവിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പടയാളികൾ ആഹാ ഇവന് വേദനയില്ലെന്നുണ്ടോ, എന്നാ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും അടിക്കുക ചെയ്യുക. ഈ ക്രൂശീകരണത്തിൻ്റെയും അതിനു മുൻപുള്ള ചാട്ടവാറ് കൊണ്ടുള്ള അടിയെയും കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്, ചില കുറ്റപ്പുള്ളികൾ ഈ ചാട്ടവാറ് കൊണ്ടുള്ള അടി കൊണ്ട് തന്നെ മരിച്ചു. എന്നിട്ട് കോടതി വിധി നടപ്പാക്കാൻ ശവശരീരമാണ് കൊണ്ട് കുരിശിൽ തറച്ചത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാനുഷിക മനസ്സിൽ തോന്നി, ആകട്ടെ നമ്മുടെ കർത്താവിനെ അത്രത്തോളം ഒന്നും അടിച്ചു കാണില്ല, കാരണം താൻ അവിടെ മരിച്ചില്ലല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ ഉടനെ പരിശുദ്ധാത്മാവ് എന്നെ തിരുത്തി. അല്ലല്ലല്ല,
അടിയുടെ ഈണവും എണ്ണവും കുറഞ്ഞതുകൊണ്ടല്ല യേശു മരിക്കാഞ്ഞത്. യേശുവിന് അവിടെ മരിക്കാൻ സാധ്യമല്ല. കാരണം തിരുവെഴുത്തുകൾ നിവൃത്തിയാകും വണ്ണം ആണികളാൽ തറയ്ക്കപ്പെട്ട് താൻ മരക്കുരിശിൽ മരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചാട്ടവാറിൻ്റെ അടി കൊണ്ടൊന്നും മരിക്കാൻ സാധ്യമല്ല. മാത്രമല്ല, മറ്റു മനുഷ്യരെ പോലെ ഗതികെട്ട് മരണപ്പെടുകയല്ലല്ലോ. യേശുവിൻ്റെ മരണം യേശു തന്നെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. താൻ ഏൽപ്പിച്ചു കൊടുക്കാത്തിടത്തോളം കാലം തനിക്ക് മരിക്കാൻ കഴിയുകയില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇതര കുറ്റപ്പുള്ളികളെക്കാളൊക്കെ വാസ്തവത്തിൽ കുറ്റപ്പുള്ളി അല്ലാത്ത വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിനെ അവരെത്രയോ കൂടുതൽ പ്രഹരിച്ചു കാണും. സങ്കീർത്തനക്കാരൻ 129 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യത്തിൽ മശിഹായുടെ അനുഭവമായി പറയുന്നുണ്ട്, ഉഴവുകാർ എൻ്റെ മുതുകത്ത് ഉഴുതു, അവർ നീളത്തിൽ ചാലുകൾ കീറി. ഉഴവ് ചാലുകൾ കീറി. ഈ ചാട്ടവാറ് കൊണ്ടുള്ള അടിയുടെ പരിണിത ഫലമായിരുന്നു അത്. തൻ്റെ മുതുക് ഉഴവുചാല് പോലെ ഉഴുതുമറിക്കുവാൻ ഇടയായി. ആ നിലയിലുള്ളതായ ചാട്ടവാറ് കൊണ്ടുള്ള അടി കർത്താവ് അനുഭവിക്കുന്നതിനെക്കുറിച്ച് യശയാ പ്രവാചകൻ ക്രിസ്തുവിനും 700 വർഷങ്ങൾക്ക് മുൻപാണ് പ്രവചിച്ചിരിക്കുന്നത്. 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച് എഴുതി വെച്ച് രേഖയാക്കിയ ബൈബിളിൻ്റെ ഭാഗമായ ആ പ്രവചനം യേശു ക്രിസ്തുവിൽ വളരെ വ്യക്തമായിട്ട് നിറവേറി. ആകയാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും ബൈബിളിൻ്റെ ദൈവശ്വാസീയതയും ഈ നിറവേറലുകളിൽ കൂടെ വ്യക്തമാകുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു പ്രവചനം നോക്കിക്കോളൂ. അതും സങ്കീർത്തനം 22:1 കാണുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? സങ്കീർത്തനക്കാരനായ ദാവീദാണ് അങ്ങനെ നിലവിളിക്കുന്നത്. ആ സമയത്ത് ദാവീദിൻ്റെ അനുഭവങ്ങൾ ഒരു പക്ഷേ തന്നെ അങ്ങനെ നിലവിളിക്കാൻ തക്കവണ്ണം പ്രേരിപ്പിക്കത്തക്ക സമ്മർദ്ദം നിറഞ്ഞതായിരുന്നിരിക്കാം. എന്നാൽ മശിഹാ സങ്കീർത്തനമായ 22 സങ്കീർത്തനത്തിലെ ദാവീദിൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ മശിഹായുടെ വാക്കുകളാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു നിലവിളിച്ചു പറഞ്ഞ വാക്കുകളും അവ തന്നെയായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഇവിടെ ഒരു പ്രത്യേകമായ കാര്യം, ദൈവം ഒരു മനുഷ്യനെയും ഭൂമിയിൽ കൈവിടുന്നില്ല. നോ, നെവർ. ദൈവം ആരെയും കൈവിടുന്നില്ല. എത്ര ദുഷ്ടനായാലും, എത്ര നീചപാപിയായാലും, എത്ര കൊള്ളരുതാത്തവനായാലും അവൻ മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ, അവൻ്റെ മനസ്സ് മാറി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ അവനെ കൈക്കൊള്ളാൻ, അവനെ സ്വീകരിക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ, അവനെ രക്ഷിക്കുവാൻ, അവനെ സ്വർഗത്തിൻ്റെ പൗരനാക്കി തീർക്കുവാൻ ദൈവം സന്നദ്ധനാണ്, സദാ സന്നദ്ധനാണ്. ദൈവത്തിന് അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ദൈവവചനം അത് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ദാവീദ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറയുന്നത് തൻ്റെ ദുഃഖം കൊണ്ട് പറഞ്ഞതായിരിക്കാമെങ്കിലും ദൈവം ദാവീദിനെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. അത് ദാവീദിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം. മാത്രമല്ല, ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും കൈവിടുന്നില്ല. അപ്പോൾ തോന്നിയേക്കാം, ആഹാ, പക്ഷേ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്നും ദൈവത്തിൽ നിന്ന് അകന്നാണല്ലോ ജീവിക്കുന്നത്, ദൈവത്തെ അംഗീകരിച്ചൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. അപ്പം പിന്നെ എങ്ങനെയാ ദൈവം ആരെയും കൈവിടുന്നില്ല, കൈവിട്ടിട്ടില്ല എന്ന് പറയുന്നത്? അതിൻ്റെ കാര്യം ഞാൻ പറയാം. ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തിൽ നിന്ന് അകന്ന് അന്യപ്പെട്ടാണ് കഴിയുന്നത് എന്നുള്ളത് അവരുടെ കുറ്റം കൊണ്ടാ. എന്തു കുറ്റം? അവർ ദൈവത്തെ കൈവിടുന്നതാണ്. അവർ ദൈവത്തെ കൈവിട്ടതാണ് കാര്യം. ദൈവം ആരെയും കൈവിടുന്നില്ല. പക്ഷേ മനുഷ്യർ ദൈവത്തെ കൈവിടുകയാണ്. എന്നിട്ടും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ മനുഷ്യന്റെ പുറകെ വരികയാണ്. മകനെ, എങ്കിലേക്ക് തിരിയുക, ഞാൻ നിന്നെ രക്ഷിക്കാം, നിന്റെ പാപങ്ങളെ ക്ഷമിക്കാം, നിന്നെ ദൈവ പൈതലാക്കാം, നിന്റെ നരകശിക്ഷ ഒഴിവാക്കാം, നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ദൈവം തൻ്റെ ആത്മാവിൽ കൂടെ, അതുപോലെ തൻ്റെ ദാസന്മാരുടെ സാക്ഷ്യ നിർവഹണങ്ങളിൽ കൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരാളെയും ദൈവം ഈ ഭൂമിയിൽ കൈവിട്ടിട്ടില്ല, എക്സെപ്റ്റ് ജീസസ്. യേശു ഒഴികെ. യേശുവിനെ മാത്രം ദൈവം ഈ ഭൂമിയിൽ കൈവിട്ടു. ഈ കൈവിടൽ ദൈവം ഒരിക്കൽ ചെയ്യും കേട്ടോ. എപ്പോഴാണെന്നറിയാമോ? നരകത്തിൽ ചെല്ലുമ്പോൾ. നാം തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ
9ഉം 10ഉം വാക്യങ്ങൾ വായിച്ചാൽ ദൈവം മനുഷ്യനെ എപ്പോൾ കൈവിടുന്നു, എന്തിന് കൈവിടുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9ഉം 10ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് തന്നെ കേൾപ്പിക്കാം. ആ വാക്യങ്ങളിൽ നാം ദൈവം കൈവിടുന്ന കാര്യത്തെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ, ശ്രദ്ധിച്ചോളൂ, കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? നരകത്തിൽ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്, മാറാത്ത ഇരുട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഭീകരം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ നരകത്തിൻ്റെ ഏറ്റവും കഠിനമായ അനുഭവം എന്നുള്ളത് ദൈവത്താൽ കൈവിടപ്പെട്ട അവസ്ഥയും ദൈവം ഇനി സ്വീകരിക്കയില്ല എന്നുള്ള അവസ്ഥയുമാണ്. ആ നരക അനുഭവമാണ് യേശു കർത്താവിൻ്റെ മേലേക്ക് വന്നത്. യേശു ക്രിസ്തുവിനെ ദൈവം കൈവിട്ടു. അതുവരെ ചാട്ടവാറ് കൊണ്ടുള്ള അടികളും മറ്റെല്ലാം അനുഭവിച്ചവനായ യേശു ശാന്തമായി അതെല്ലാം അനുഭവിച്ചു. ഒരു പരിഭവമോ ഒരു വാക്ക് എതിരായിട്ടോ പറഞ്ഞില്ല. എന്നാൽ ഒടുവിൽ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവിടെ വെച്ചാണ് താൻ പറയുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഗതസമന തോട്ടം മുതൽ ഇങ്ങോട്ട് ദൂതൻ അവനെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും പിതാവിൻ്റെ കൈ താങ്ങലും അവൻ ആശ്വാസം പകർന്നിരുന്നു. എന്നാൽ ഒടുവിൽ ആകാശഭൂമികൾക്ക് മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ, ആ അതിക്രമക്കാരുടെ നടുവിൽ ക്രൂശിതനായി തൂങ്ങിക്കിടക്കുന്ന വേളയിൽ പാപത്തിൻ്റെ ശിക്ഷ താൻ മാത്രം അനുഭവിച്ച് തീർക്കേണ്ടതിനു വേണ്ടി പിതാവായ ദൈവവും തൻ്റെ കൈത്താങ്ങല് പിന്മാറ്റിയപ്പോൾ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ശിക്ഷാവിധിയുടെയും ഭാരം തൻ്റെ മേൽ വന്ന് ആകാശഭൂമികൾക്ക് മധ്യേ ആ ഭാരം ഏകനായി പേറിക്കൊണ്ട് വീഴുന്ന അവസ്ഥയിലാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എലോഹിം എലോഹിം ലമ്മാ ശബക്തനി. ആ ഭീകരമായ അനുഭവം നരകത്തിൽ മാത്രമുള്ളതായ അനുഭവമാണ്. ആകയാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നരകശിക്ഷ അനുഭവിച്ചു. മറ്റൊരു പ്രവചനം കൂടെ ഞാൻ പറയാം. അത് നാം കാണുന്നത് സങ്കീർത്തനങ്ങൾ തന്നെ 22-ന്റെ 15ഉം 16ഉമാണ്. അവിടെ വായിക്കുന്നത്, എന്നെ മരണത്തിൽ ഇട്ടുമിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. തൻ്റെ മരണം കൈകാലുകൾ തുളയ്ക്കപ്പെട്ടുള്ള ക്രൂശ് മരണമായിരുന്നു എന്ന് ക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് അരുളി ചെയ്തിരിക്കുകയാണ്. ആ ദാവീദ് പറഞ്ഞ ആ സത്യം 1000 വർഷങ്ങൾക്ക് ശേഷം അതുപോലെ നിറവേറി. അന്ന് പീലാത്തോസിന്റെ കോടതിയിൽ നിന്ന് വധശിക്ഷയ്ക്കുള്ളതായി വിധി ഏറ്റുവാങ്ങിയ യേശുവിനെ കുരിശ് ചുമന്നുകൊണ്ട് അവര് പട്ടണത്തിൽ കൂടെ നടത്തി, യെരുശലേം നഗരത്തിൽ കൂടെ നടത്തി, പട്ടണവാതിലിന്റെ പുറത്തുള്ള വഴിയിലേക്ക് കൊണ്ടുപോയി അങ്ങകലെ ആ ഗൊൽഗോത്ത കുന്നിന്റെ മുകളിലേക്ക് അവനെ കയറ്റി. എത്ര പ്രാവശ്യം അവൻ തളർന്നു വീണ് കാണും. എന്നാൽ റോമൻ ചമ്മട്ടി അവനെ പ്രഹരിച്ചുകൊണ്ടിരുന്നിരിക്കും. ആ കുന്നിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന 3 കുരിശിൽ നടുവിലത്തെ കുരിശിന്മേൽ യേശുവിനെ കിടത്തി. എന്നിട്ട് അവൻ്റെ കയ്യെ ഒന്ന് പിടിച്ച് ആണികൾ കൊണ്ട് തറയ്ക്കുകയാണ്. ആണി എന്ന് പറഞ്ഞാൽ ചുമരിൽ പടം തൂക്കുന്ന ആണിയായിട്ട് കണക്കാക്കരുത്. അരോഗദൃഢഗാത്രനായ ഒരു 33.5 വയസ്സുകാരൻ്റെ ശരീരം തൂങ്ങിക്കിടക്കാൻ ഈ 3 ആണികളാണ്. അതുകൊണ്ട് ഒരു വിരലിൻ്റെ വണ്ണത്തേക്കാൾ കൂടുതലുള്ള കൂർപ്പിച്ച കമ്പി, ഇരുമ്പ് കമ്പി ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഏതായാലും അങ്ങനെയുള്ള ആ കമ്പി അവൻ്റെ കൈവെള്ളയിൽ കൂടെ അടിച്ച് കയറ്റുകയാണ് കുരിശിലേക്ക്. രക്തം ശക്തമായ നിലയിൽ ചിന്നിച്ചിതറി പോകുന്നുണ്ടായിരിക്കും. ഒരു വാക്കുപോലും അവൻ അതിന് ശാപവാക്കായിട്ട് പറയുന്നില്ല. അതുപോലെ തൻ്റെ 2ാമത്തെ കൈയും 2 കാലുകളും ചേർത്ത് അവനെ ക്രൂശിക്കുന്നു. അങ്ങനെ ക്രൂശിച്ചവനായ കർത്താവ് ആ ഭയങ്കര മരണത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും അവിടെ ഒരു ശാപവാക്ക് ഉച്ചരിക്കുകയല്ല. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഒടുവിൽ അവരെ ആ കുരിശങ്ങ് ഉയർത്തും. ആ ഉയർത്തുമ്പോഴാണ് തൻ്റെ ഭാരം മുഴുവനും ആ 3 ആണികളിൽ തൂങ്ങാൻ ഇടവരുന്നത്. അവിടെ കിടന്നുകൊണ്ട് താൻ നിലവിളിച്ച് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ച് കൊടുക്കുകയായിരുന്നു. ഇത്രമാത്രം വേദന സഹിച്ചാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. എന്നെ സ്നേഹിച്ചുകൊണ്ട്, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടായിരുന്നു
അവനത് ചെയ്തത്. ഇത്രയും ത്യാഗത്തിൽ തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത, തൻ്റെ ജീവനായ രക്തം ചിന്തിയ യേശു കർത്താവാണ് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ വിളിക്കുന്നത്. ആർക്ക് ഈ സ്നേഹത്തിൻ്റെ വിളിയെ നിരസിക്കാൻ സാധിക്കും? ഇന്ന് ഹൃദയത്തെ കഠിനമാക്കരുത്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് ക്രിയ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ യേശുവേ, കർത്താവെ, എന്നെ സ്നേഹിച്ച് ഇത്രമാത്രം എനിക്ക് വേണ്ടി സഹിച്ച അങ്ങയെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവും എൻ്റെ കർത്താവുമായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അങ്ങയെ പിൻപറ്റും, അങ്ങയുടെ മകനായി മകളായി ജീവിക്കും. കൃപ തന്നാൽ മതി കർത്താവെ, ഞാൻ അങ്ങയുടെ വക എന്നേറ്റു പറയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മോചനം, സ്വാതന്ത്ര്യം, ദൈവത്തിൻ വിളംബരം. മോചനം, സ്വാതന്ത്ര്യം, നാശമാകുമേവർക്കും ഭാഗ്യയോവെ വത്സരം. ഘോഷിപ്പിൻ എല്ലായിടവും മോചനം, സ്വാതന്ത്ര്യം. മോചനം, സ്വാതന്ത്ര്യം, കേൾക്കുവിൻ ബദ്ധരേ. മോചനം, സ്വാതന്ത്ര്യം, ക്രൂശിന്മേലെ കാണുവിൻ നിത്യമാ ഉദ്ധാരണം. യേശുവോടു വാങ്ങുവിൻ മോചനം, സ്വാതന്ത്ര്യം. ദുഷ്ടന്മാരെ രക്ഷിപ്പാൻ മോചനം, സ്വാതന്ത്ര്യം. ശിഷ്ടരാക്കി തീർക്കുവാൻ മോചനം, സ്വാതന്ത്ര്യം. ദൈവസ്നേഹം കാണുവിൻ, വാഴ്ത്തുവിൻ തൻ കാരുണ്യം. ജീവൻ ദാനം പ്രാപിപ്പാൻ മോചനം, സ്വാതന്ത്ര്യം. മോചനം, സ്വാതന്ത്ര്യം. ആ സൗഭാഗ്യവാർത്തയെ എങ്ങനെ നിഷേധിക്കാം? ഇത്ര വലിയ രക്ഷയെ